ഹായ് ഓൾ എല്ലാവർക്കും സൂര്യ ടോക്സിൻ്റെ പുത്തൻ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിട്ട് കുറച്ച് കാലമായി അല്ലേ? കാരണം എനിക്ക് എൻ്റെ ജോലിയുടേതായിട്ടുള്ള നല്ല തിരക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദുഃഖങ്ങളുണ്ടല്ലോ. ആ ദുഃഖങ്ങൾക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നന്ദി പറയണം എന്നാണ് പറയുന്നത്. കാരണം ആ പെയിൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നൊരു മെസ്സഞ്ചറാണ്. നമ്മൾ എന്തുമാത്രം ഇനിയുള്ള ജീവിതത്തിൽ മുന്നേറണം എന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ പെയിൻ തരുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവില്ല. പക്ഷെ എന്നാലും നമ്മളൊരു സ്പിരിച്വൽ ലെവലിലൊക്കെ തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാ പെയിൻസിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകണം എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ നമ്മളുടെ ഇന്നർ സ്ട്രെങ്ത് അറിയത്തുള്ളൂ. സത്യമാണ്. അതിപ്പം നമുക്ക് ആ സമയത്ത് സ്വാഭാവികമായിട്ടും എന്തായാലും വിഷമം വരും. പക്ഷേ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ശക്തി ഉള്ളവരായിത്തീരും. നമ്മൾ പറയത്തില്ലേ താങ്ങാൻ ആളുള്ളപ്പോഴേ നമുക്ക് തളർച്ചയുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ താങ്ങാൻ ആളില്ലാതെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും മുന്നേറാനുള്ളൊരു കരുത്ത് കിട്ടും. എനിക്കത് പലവട്ടം അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് വന്നു ചേർന്നിട്ടുള്ള പെയിൻസിൻ്റെയൊക്കെ പെയിൻസിനെ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ ഞാൻ ഇൻസ്പിറേഷനായിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ ഇൻവിസിബിൾ ആയിട്ടുള്ള സപ്പോർട്ട്സ് കിട്ടാറുണ്ട്. അതെനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം ഫേസിലാണ്. അതേപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. ഇപ്പം നമുക്ക് നിലവിൽ ഒന്നും നന്ദി പറയാനില്ലെങ്കിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് നന്ദിയുള്ളവരാകാം. അതിനെയാണ് നമ്മൾ റിവേഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരിക്കൽ നമുക്കുണ്ടായിരുന്നതിന് നമ്മൾക്ക് നന്ദി പറയണം. ഈ പറയുന്ന ഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സന്തോഷമുള്ളവരാകും. കാരണം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടുപിടിക്കാൻ നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. നമുക്ക് ഒരു വളരെ നല്ലൊരു പ്രഭാതം സമ്മാനിച്ചതിന്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് എയർ കിട്ടിയതിന്, നമ്മൾ കാണുന്ന മനോഹരമായ ഭൂമിക്ക് എല്ലാത്തിനും നമ്മൾ നന്ദിയുള്ളവരായിത്തീരും. നമ്മളെ ഒരു പാട്ടുണ്ടല്ലോ, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ അത്രയും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ വരാൻ പോകുന്ന അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അപ്പം നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ സക്സസ് മാത്രമേ വരത്തുള്ളൂ. ഞാനെപ്പോഴും എൻ്റെ ലൈഫിൽ ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളൊരു കാര്യം എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പറ്റിയതിലാണ്. ഞാനതിനെപ്പോഴും ദൈവത്തിനോട് നന്ദി പറയാറുണ്ട്. കാരണം ഇതുപോലൊരു മോളുടെ അമ്മയാകാനുള്ളൊരു ഭാഗ്യം എനിക്ക് തന്നതിന് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് ഏറ്റവും സൗഭാഗ്യകരമായിട്ട് തോന്നുന്നത്, അക്കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും.